ശിരൂരിൽ ദുരന്തത്തിൽ കാണാതായ അർജുനു വേണ്ടിയുള്ള തെരച്ചിൽ 9ാം ദിവസവും തുടരുമ്പോൾ അത്യാധുനിക സാങ്കേതിക സംവിധാനങ്ങൾ ഉൾപ്പെടെയാണ് പ്രയോജനപ്പെടുത്താനുള്ള ശ്രമം നടത്തുന്നത്. ബൂം എക്സ്കവേറ്റർ ഉൾപ്പെടെയുള്ള ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിൽ പുരോഗമിക്കുമ്പോൾ ആ തെരച്ചിൽ നടക്കുന്ന ഇടത്ത് നിന്ന് ഞങ്ങളുടെ പ്രതിനിധി KV ബൈജു ഇന്നും തുടരുകയാണ്. ബൈജു, ഈ സംഘം, അതായത് ഈ അപകട സ്ഥലത്ത് ആദ്യം എത്തിയത് നമ്മുടെ വാർത്താ സംഘമായിരുന്നു. അന്നു മുതൽ ഇന്നു വരെ ബൈജു ഇടവേളകളില്ലാതെ അവിടെ നിന്ന് വാർത്ത നൽകുകയാണ്. ദൗർഭാഗ്യവശാൽ നമുക്ക് അർജുനെ കണ്ടെത്താൻ ഇതുവരെയും സാധിച്ചില്ല. ആ പ്രതീക്ഷയൊക്കെ ഏതാണ്ട് അസ്തമിക്കുന്നുണ്ട്. പക്ഷേ ചേതനയറ്റ അർജുനെയെങ്കിലും ഞങ്ങൾക്ക് കിട്ടണമെന്നാണ് കുടുംബം ആവശ്യപ്പെടുന്നത്. ബൈജു, ഈ തെരച്ചിൽ ആരംഭിച്ചപ്പോൾ ഉള്ളതിൽ നിന്ന് വലിയ മാറ്റമാണല്ലോ 9ാമത്തെ ദിവസത്തിലേക്ക് എത്തുമ്പോൾ. എന്തൊക്കെ സംവിധാനങ്ങൾ ഇപ്പോൾ പ്രയോജനപ്പെടുത്തുന്നുണ്ട് ബൈജു? തീർച്ചയായും അഭിലാഷ്, അത്തരത്തിൽ വലിയ തോതിലുള്ള സാങ്കേതിക സംവിധാനങ്ങൾ ഇവിടെ എത്തുന്നു, അത്യാധുനിക സംവിധാനങ്ങൾ എത്തുന്നു. ഇപ്പോൾ ബൂം എക്സ്കലേറ്റർ അതിപ്പോൾ എത്തിയിരിക്കുന്നത്. ആ ബൂമിന്റെ ദൃശ്യങ്ങൾ തന്നെ നമുക്ക് കാണാം. ഏതാനും നിമിഷങ്ങൾക്ക് തന്നെ ഈ ബൂം സംഭവ സ്ഥലത്തേക്ക് തിരിക്കും. അല്പസമയം മുമ്പാണ് നമ്മളിപ്പോൾ മാധ്യമപ്രവർത്തകർ നിൽക്കുന്ന സ്ഥലത്ത് ഇത് എത്തിയത്. ഏതായാലും അല്പസമയത്തിനകം തന്നെ ഈ ബൂം മിഷൻ അവിടെ എത്തിച്ച് മണ്ണ് എടുക്കാനുള്ള നടപടികളായിരിക്കും ഊർജിതപ്പെടുത്തുക. എന്നാലും നാവികസേനയും അതുപോലെ തന്നെ കരസേനയും ഒക്കെ വലിയ തോതിൽ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ബൂം മിഷൻ നമുക്ക് കാണാം 3 കിലോമീറ്റർ അകലെ, ഈ സംഭവം നടന്ന സ്ഥലത്ത് നിന്നും 3 കിലോമീറ്റർ അകലെയാണ് ഈ ബൂം മിഷൻ ഇപ്പോൾ ഉള്ളത്. അല്പസമയത്തിനകം തന്നെ ഇത് ആ പ്രദേശത്തേക്ക് പോകും. പിന്നീട് ആദ്യം ഈ ചായക്കട, ലക്ഷ്മണന്റെ ചായക്കട ഉണ്ടായിരുന്നു. ആ ചായക്കടയുടെ പിറകിലും അതുപോലെ തന്നെ 2 കരകളിലുമായി 10 മീറ്റർ ചുറ്റളവിലും ആണ് ആദ്യം ഈ മണ്ണ് നീക്കം ചെയ്യുക. അവിടെയാണ് ഒരു സംശയം, ഈ ലോറി പതിഞ്ഞിട്ടുണ്ടാകുമ്പം ലോറി ഇത്തരത്തിൽ പെട്ടിട്ടുണ്ടാകുമെന്ന സംശയമുള്ളത്. അതുകൊണ്ട് തന്നെ ആ പ്രദേശത്തായിരിക്കും ആദ്യം. അതായത് ബൈജു, ഞാൻ ഇടപെട്ട് ചോദിക്കുന്നത് പ്രേക്ഷകർക്ക് കുറച്ചുകൂടി വ്യക്തത കൈവരുന്നതിന് വേണ്ടിയാണ്. അതായത് ഈ ലോറി കരഭൂമിയിൽ ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് സൈന്യം വിലയിരുത്തിയിരുന്നു. അപ്പോഴും ഈ ചായക്കട ഉണ്ടായിരുന്ന പ്രദേശത്ത് ഒരു പക്ഷേ ലോറിയുടെ അവശിഷ്ടങ്ങളോ ലോറിയോ ഒക്കെ കാണാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ എത്തിച്ചിട്ടുള്ള ബൂം എക്സ്കവേറ്റർ ഉപയോഗിച്ചുകൊണ്ട് കരഭൂമിയിൽ, കരപ്രദേശത്ത് തന്നെയാണല്ലേ തെരച്ചിൽ ആദ്യം നടത്താൻ പോകുന്നത്? തീർച്ചയായും ഈ കരഭാഗത്തുള്ള എല്ലാ മണ്ണും നീക്കിക്കഴിഞ്ഞു. ഇനി പുഴയിൽ മാത്രമായിരിക്കും ഇത്തരത്തിൽ തിരച്ചിലുണ്ടാവുക. അതിന് നാവികസേനയും ഒപ്പം കരസേനയും പോലീസും ഫയർഫോഴ്സും നിലവിലുള്ള എല്ലാ സംവിധാനങ്ങളും ഇപ്പോൾ കേന്ദ്രീകരിച്ചിരിക്കുന്നത് പുഴ കേന്ദ്രീകരിച്ചാണ്. അതിന് അത്യാധുനിക സംവിധാനങ്ങൾ വേണം. നേരത്തെ കരയിൽ നിന്നും മണ്ണ് നീക്കാൻ ഉപയോഗിച്ച JCB ഒന്നും കൊണ്ട് ഇത്തരത്തിലുള്ള മണ്ണ് നീക്കി ഇത് പ്രായോഗികമല്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ വലിയ തോതിലുള്ള യന്ത്ര സംവിധാനങ്ങൾ ഇവിടെ എത്തിക്കുന്നത്. ഒപ്പം ഈ സ്ഥലം കണ്ടെത്താനുള്ള കൃത്യമായി ലോറി ഈ മണ്ണിനടിയിലുണ്ടെങ്കിൽ അത് കണ്ടെത്താനുള്ള ഉപകരണങ്ങൾ, അത്തരത്തിൽ നിരവധി ഉപകരണങ്ങളാണ് ഇന്നെത്തിയത്. ഏതായാലും 2 ദിവസമായി വലിയ തോതിലുള്ള ഇത്തരത്തിലുള്ള യന്ത്രങ്ങളും സംവിധാനങ്ങളും ഒക്കെ ഇവിടെ എത്തുന്നുണ്ട്. അതുകൂടാതെ വിദഗ്ധ സംഘം, നേരത്തെയൊക്കെ ഈ നേവിയിലും മിലിറ്ററിയിലും ഒക്കെ ഉണ്ടായിരുന്ന ആ സംഘങ്ങൾ, അവരും ഈ പ്രദേശത്ത് എത്തിയിട്ടുണ്ട്. അവരുടെ ഉപദേശങ്ങളും സ്വീകരിക്കുന്നുണ്ട്. എന്തായാലും ഇന്ന് വലിയ തോതിലുള്ള രക്ഷാപ്രവർത്തനം തന്നെയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം ആ ബൂം മിഷന് എത്രത്തോളം പ്രാധാന്യമാണ് നൽകുന്നതെന്ന്. ഈ തെരച്ചിലിൽ നിർണായകമാകുന്ന ഒരു യന്ത്രമാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. ഈ യന്ത്രം കൂടി എത്തുന്നതോടെ വളരെ പെട്ടെന്ന് തന്നെ ആ ചായക്കടയുടെയും സമീപപ്രദേശങ്ങളിലെ എല്ലാ മണ്ണും നീക്കാൻ കഴിയും. പുഷ്പങ്ങളൊക്കെ ആ ബൂം മിഷന് ഇപ്പോൾ നാട്ടുകാരാണ് അത്തരത്തിലൊക്കെ സ്വീകരിക്കുന്ന ഒരു കാര്യമാണ്. ഈ വാഹനം ഇവിടെ കടന്നു വരാൻ വഴിനീളെ ലോറി ഡ്രൈവേഴ്സ് യൂണിയനും അതുപോലെ തന്നെ നാട്ടുകാരുമൊക്കെ വഴിയൊരുക്കി കൊടുക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അത്രമേൽ ഈ യന്ത്രത്തിന് ഒരു പ്രാധാന്യം നൽകുന്നുണ്ട്. കാരണം അർജുനിലേക്ക് എത്താൻ ഈ യന്ത്രത്തിന് സാധിക്കുമോ? ഏതാനും മണിക്കൂറുകൾക്കും അതിന് ഉത്തരം ലഭിക്കും. അത്തരത്തിൽ പുഴയിൽ നിന്നും മണ്ണ് നീക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു യന്ത്രമാണിത്. ഈ യന്ത്രമാണ് എത്തിക്കുന്നതോടുകൂടി വളരെ പെട്ടെന്ന് തന്നെ ആ മണ്ണ്, അവിടെ അടിഞ്ഞുകൊണ്ടിരിക്കുന്ന മണ്ണ് നീക്കം ചെയ്യാൻ സാധിക്കും. അതാണ് ഇപ്പോൾ ഈ നേവിയുടെ ഭാഗത്തു നിന്നും കൂടുതൽ ഉണ്ടാവുന്ന ഈ പ്രതീക്ഷയും അതുതന്നെയാണ്. ഏതായാലും ഇന്ന് തന്നെ അർജുനെയും അതുപോലെ തന്നെ ലോറിയും നേരത്തെ കാണാതായ 2 പേരെയും കണ്ടെത്താൻ കഴിയുമെന്ന വലിയ പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഈ വാഹനത്തിന് ഇവിടെ അത്തരത്തിൽ വലിയ തോതിൽ സ്വീകരണമൊക്കെ നൽകുന്നു. അതിന് പുഷ്പങ്ങളൊക്കെ അടിച്ച് അത്തരത്തിൽ ഇവിടുത്തെ നാട്ടുകാർ ഒരുപാട് ഇവിടെ വന്നിട്ടുണ്ട്. ഏതായാലും അല്പസമയത്തിനകം തന്നെ മാധ്യമങ്ങളെ ഈ പ്രദേശത്ത് കടത്തിവിടുമെന്നാണ് MLA കർവാർ MLA സതീഷ് പറഞ്ഞത്. നമ്മൾ ഈ സംഭവ സ്ഥലത്തേക്ക് തന്നെ അല്പസമയത്തിലേക്ക് എത്തും. അഭിലാഷ്, തീർച്ചയായും ബൂം എക്സ്കവേറ്റർ കൂടി എത്തിക്കുന്നതോടുകൂടി കൂടുതൽ വേഗത്തിൽ തെരച്ചിൽ നടത്താൻ സാധിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ഈ
ആധുനിക സംവിധാനങ്ങൾ ഈ പ്രദേശത്തേക്ക് എത്തിച്ചതിന്റെ തത്സമയ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ആണ്. അതായത് ബൈജു, ഈ നേരത്തെ ഉണ്ടായിരുന്ന ആക്ഷേപം തന്നെ ഈ മണ്ണുമാന്തി യന്ത്രങ്ങൾ കൊണ്ട് മണ്ണ് നീക്കം ചെയ്യുക എന്നത് വളരെ വേഗത്തിൽ നടക്കുന്ന ഒരു പ്രൊസീജിയർ അല്ല, കൂടുതൽ സമയമെടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോഴും കർണാടക സർക്കാർ കോടതിയിലടക്കം വ്യക്തമാക്കിയിട്ടുള്ളത് ഈ കൂറ്റൻ യന്ത്രങ്ങൾ ഒന്നും ഉപയോഗിച്ചുകൊണ്ട് മണ്ണ് നീക്കാവുന്ന ഒരു സാഹചര്യമല്ല. മലയിടിച്ചിൽ തുടരുവാനുള്ള സാധ്യതയുണ്ടായിരുന്നു. വെള്ളത്തിൽ കുതിർന്ന അവസ്ഥയിലാണ് ആ മലയുള്ളത്. അതുകൊണ്ട് വലിയ യന്ത്രഭാഗങ്ങൾ ഒക്കെ എത്തിച്ചാൽ ഇതാ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നു. ഒരു പക്ഷേ ഒരു രക്ഷാദൗത്യത്തിന് വേണ്ടിയാണ് എത്തിക്കുന്നത് എങ്കിൽ പോലും വലിയ പ്രാർത്ഥനയോടുകൂടിയാണ് ഈ വാഹനത്തെ അവിടേക്ക് സ്വീകരിക്കുന്നത് എന്നുള്ളതാണ്. വിശ്വാസികളായിട്ടുള്ളവരും അവിശ്വാസികളായിട്ടുള്ളവരും ഒക്കെ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ട്. അതിൽ വിശ്വാസികൾ വലിയ പ്രതീക്ഷ അർപ്പിക്കുകയാണ് ഈ വാഹനത്തിൽ അല്ലെങ്കിൽ ഈ സംവിധാനം ഉപയോഗിച്ചുകൊണ്ടെങ്കിലും ഈ തരത്തിൽ കാണാതായിട്ടുള്ള അർജുനെ, അദ്ദേഹത്തിന്റെ വാഹനത്തെ ബൈജു ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. അവരുടെ ആചാരങ്ങളൊക്കെ അനുസരിച്ച് അവരുടെ പ്രതീക്ഷകൾ ആണ്, അവരുടെ പ്രാർത്ഥനകളാണ് ആ ദൃശ്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിനോട് വിയോജിപ്പൊക്കെയുള്ള ആളുകൾ ഉണ്ടാകാം. പുതിയ കാലഘട്ടത്തിൽ സാങ്കേതിക വിദ്യ ഇത്രയൊക്കെ പുരോഗമിക്കുമ്പോൾ പോലും ഇതൊക്കെ എന്തിനു പങ്കുവെക്കുന്നു എന്ന് പ്രതികരിക്കുന്ന പ്രേക്ഷകരും ഉണ്ടാകാം. പക്ഷേ അവർ എത്രത്തോളം പ്രതീക്ഷയോടെയാണ്, പ്രാർത്ഥനയോടെയാണ് ഈ വാഹനം എത്തുമ്പോൾ രക്ഷാദൗത്യത്തെ, തെരച്ചിലിനെ കാണുന്നത് എന്നതുകൂടിയാണല്ലോ നമുക്ക് പങ്കുവയ്ക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും അഭിലാഷ്, ഈ വാഹനത്തിൽ വലിയ പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ വലിയ തോതിലുള്ള സ്വീകരണം. ഒപ്പം ഇത്തരത്തിൽ ഈ നിരവധി ആളുകൾ, വൈകാരികമായ രംഗമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇത് വരുന്ന വഴിയിലെല്ലാം ഇത്തരത്തിൽ ഈ വാഹനത്തിന് വഴിയൊരുക്കി കൊടുക്കുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. എന്തായാലും ഈ വാഹനത്തിൽ വലിയ പ്രതീക്ഷയുണ്ട്. MLA ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ്. നമുക്ക് തത്സമയം തന്നെ MLAയുടെ വാക്കുകൾ കേൾക്കാം. അഭിലാഷ്, കാർവാർ MLA സതീഷ് സെല്ലാണ് ഇത്തരത്തിൽ ഈ വാഹനത്തെ സ്വീകരിക്കുന്നത്. ഇപ്പോൾ ചെറിയ ചടങ്ങൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. വിശ്വാസത്തിന്റെ ഭാഗമായി വലിയ പ്രതീക്ഷയാണ്. ഈ വാഹനം എത്തുന്നതോടുകൂടി അർജുനിലേക്ക് എത്താൻ സാധിക്കും, ലോറി കണ്ടെത്താൻ സാധിക്കും, മണൽ നീക്കാൻ വളരെ പെട്ടെന്ന് സാധിക്കും. ഏതായാലും നേരത്തെ കരയിലുണ്ടായിരുന്ന ആ ഒരു രീതിയിലുള്ള തെരച്ചിൽ ഇനി അസാധ്യമാണ്. പുഴയിൽ വലിയ തോതിൽ അടിയൊഴുക്കുണ്ട്. വളരെ ദുഷ്കരമായ രക്ഷാപ്രവർത്തനമാണ് ഇനി നടക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ ഈ യന്ത്രം എത്തിച്ച് വളരെ ദൂരത്തു നിന്ന് തന്നെ കരയിൽ നിന്നും മണൽ മാറ്റാൻ സാധിക്കും. ഏതായാലും ആ രീതിയിലുള്ള ഒരു നിരവധി ആളുകൾ അവിടെ രക്ഷാപ്രവർത്തനത്തിന്റെ ദൗത്യത്തിന്റെ ഭാഗമാകുന്ന നിരവധി ആളുകൾ ആ വാഹനത്തിന് സമീപം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഊണുമുറക്കവും ഒന്നുമില്ലാതെ അവർ ദിവസങ്ങളായി അർജുന് വേണ്ടിയുള്ള തെരച്ചിലിൽ ആണ്. ഇന്ന് 9ാം ദിവസം ആണ് തെരച്ചിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ബൂം എക്സ്കവേറ്റർ ഉൾപ്പെടെ ഷിരൂരിൽ എത്തിച്ചുകൊണ്ടുള്ള തെരച്ചിൽ ആണ് ഇനി നടക്കാൻ പോകുന്നത്. അവിടെ വിശ്വാസികൾ ആയിട്ടുള്ള ആളുകൾ ആ എക്സ്കവേറ്ററിനെ സ്വീകരിക്കുകയും ആരതി ഒഴിയുകയും ഒക്കെ ചെയ്യുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നു. ഒരുപക്ഷെ ഈ സംവിധാനത്തിന് എങ്കിലും അർജുനിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസവും പ്രതീക്ഷയും ഒക്കെയാണ് അവർക്കുള്ളത്. ആ പ്രാർത്ഥനയോടുകൂടിയാണ് ഈ വാഹനത്തെ അവർ ഈ അപകട സ്ഥലത്തേക്ക് എത്തിക്കുന്നത്. ഒരു അപകട സ്ഥലത്ത് നിന്ന് കാണുന്ന ദൃശ്യങ്ങളാണിത്. ഒരു ജനത ഒന്നടങ്കം പ്രതീക്ഷയർപ്പിക്കുന്നതിന്റെ ദൃശ്യമാണ് കാണാൻ സാധിക്കുന്നത്. സ്ഥലം MLA ഉൾപ്പെടെ പ്രദേശത്ത് തമ്പടിച്ചുകൊണ്ട് തന്നെയാണ് രക്ഷാപ്രവർത്തനത്തിനും മറ്റുമൊക്കെ ഇപ്പോൾ നേതൃത്വം നൽകുന്നത്. അർജുൻ സഞ്ചരിച്ചിരുന്ന ലോറി കണ്ടെത്താനാകുമോ, അർജുനെ കണ്ടെത്താനാകുമോ, അതോടൊപ്പം തന്നെ കാണാതായിട്ടുള്ള 2-3 പേർ, ഇതിപ്പോൾ ഈ വാഹനം നിയന്ത്രിക്കുന്നവർ എന്നാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവർ ഉൾപ്പെടെ വലിയ ആത്മവിശ്വാസത്തോടു കൂടിയാണ് അവരെ ഈ ജനത ഇപ്പോൾ അവിടേക്ക് സ്വീകരിക്കുന്നത് എന്നുള്ളതാണ്. അവരിലാണ് ഇനി പ്രതീക്ഷയർപ്പിക്കുന്നത് എന്നതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.
അങ്ങനെ ഒരു രക്ഷാദൗത്യം ആണ് നടക്കാൻ പോകുന്നത്. ആ രക്ഷാദൗത്യത്തിന്റെ ഭാഗമായുള്ള മറ്റൊരു സാങ്കേതിക സംവിധാനങ്ങൾ കൂടുതൽ ഉള്ള വാഹനം ഇപ്പോൾ എത്തിച്ചിരിക്കുന്നു. ഷിരൂരിലെ രക്ഷാപ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജിതമായി മുന്നോട്ട് പോവുകയാണ്. പുഴയിൽ അടക്കമുള്ള മണ്ണ് നീക്കം ചെയ്യാൻ ഈ വാഹനത്തിന്, ഈ യന്ത്രത്തിന് സാധിക്കും എന്നുള്ളതാണ് പൊതുവെ നിരീക്ഷിക്കപ്പെടുന്നത്, പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിലും അർജുൻ്റെ സാഹചര്യം എന്തായിരുന്നു, ഏതവസ്ഥയിലായിരുന്നു എന്നൊക്കെ അറിയാൻ സാധിക്കുമെന്ന് പ്രതീക്ഷ പുലർത്തുക തന്നെയാണ്. നമുക്ക് ദൃശ്യങ്ങളിലടക്കം കാണാൻ സാധിക്കുന്നു. അവിടെ വിശ്വാസികൾ ആയിട്ടുള്ള ആളുകൾ വാഹനത്തെ സ്വീകരിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ആണ്. ബൈജു, ഇനിയിപ്പോൾ വാഹനം ഉടൻ തന്നെ ഇതാ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവർ വാഹനത്തെ നിയന്ത്രിക്കുന്നവർ എന്നാണ്. അവരുടെ പ്രതികരണങ്ങൾ MLA-യുടെ പ്രതികരണം അടക്കമാണ്. We'll get some success. How helpful is this one? I told you, it will go to the water body, and from the water body it will scratch up to 60 feet. And I'm thinking that we will get some positive this thing. First, where you want to excavate this one? Where the shop is there, no, there one. Up to what limit? Up to 60 feet and up to 20 meter. 20 meter length, breadth, and 60 meter depth. After that, one more radar will also come. Okay. And drone will also come. Okay. We will put all our efforts, okay? Thank you. അഭിലാഷ്, റൈറ്റ്. വലിയ ഇത്തരത്തിലുള്ള ആധുനിക യന്ത്രങ്ങൾ ഇവിടെ എത്തിക്കുന്ന ഒരു സാഹചര്യമാണ്. MLA ആണ് ഇപ്പോൾ നമ്മോട് ഇത് പ്രതികരിച്ചത്. ഏതായാലും ഇവിടെ ഇത്തരം വിശ്വാസത്തിന്റെ ഭാഗമായുള്ള ചെറിയ ചടങ്ങുകളൊക്കെ നടന്നു. ഇതാ ഇപ്പോൾ SK ഈ വാഹനം, ബൂം വാഹനം ഇപ്പോൾ ആ ദുരന്ത ഭൂമിയിലേക്ക് പോവുകയാണ് വലിയ പ്രതീക്ഷയുമായി. യെസ്, ഏതാണ്ട് 3 കിലോമീറ്റർ ഇപ്പുറത്താണ് ഇപ്പോൾ ഈ വാഹനമുള്ളത് എന്നാണ് ബൈജു അവിടെ നിന്ന് പറഞ്ഞത്. അവിടെ ഒരു ചെറിയ ചടങ്ങ്, വിശ്വാസികളുടേതായ ചടങ്ങ് നടക്കുന്നു. അതിനുശേഷം ഇപ്പോഴിതാ വാഹനം ആ പ്രദേശത്തേക്ക് പുറപ്പെടുകയാണ്. വലിയ ആത്മവിശ്വാസം പുലർത്തുന്നുണ്ട് അവിടെയുള്ളവർ. ഈ വാഹനത്തിന് എങ്കിലും കണ്ടെത്താനാകും അർജുൻ സഞ്ചരിച്ചിരുന്ന ലോറി കണ്ടെത്താനാകും എന്ന പ്രതീക്ഷ പുലർത്തുന്നു എന്നാണ് ബൈജു അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ വാഹനം ഈ ദുരന്ത സ്ഥലത്തേക്ക് പുറപ്പെടുന്നു. പുഴയിലടക്കം ഏതാണ്ട് 60 അടി താഴ്ചയിൽ, 60 മുതൽ വാഹനം പുറപ്പെടുകയാണ്. അല്പസമയത്തിനകം തന്നെ ഈ ദുരന്ത സ്ഥലത്തേക്ക്, മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്തേക്ക് വാഹനം എത്തും. ബൈജു, തീർച്ചയായും പ്രേക്ഷകരുമായി പങ്കുവച്ചത് ബൈജു അവിടെ നിന്ന് നൽകുന്നത് പോലെ അല്പസമയത്തിനകം തന്നെ എത്തും. അതിനിടെ സേവ് അർജുൻ മുദ്രാവാക്യം ഉയർത്തി കോഴിക്കോട് കളക്ടറേറ്റിലേക്ക് ലോറി ഉടമകളുടെയും ഡ്രൈവർമാരുടെയും മാർച്ച്. മനുഷ്യാവകാശ പ്രവർത്തകരും പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നുണ്ട്. വിനേഷ് കുമാറാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. വിനേഷ്, നേരത്തെയും ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. അതായത് കൃത്യമായ സമയത്ത് ഇടപെടൽ ഉണ്ടായില്ല, സാങ്കേതിക സംവിധാനങ്ങളടക്കം കാര്യക്ഷമമായി പ്രവർത്തിപ്പിച്ചില്ല. കൃത്യമായ സമയത്ത് രക്ഷാപ്രവർത്തനം നടന്നിരുന്നുവെങ്കിൽ അർജുനെ രക്ഷപ്പെടുത്താൻ സാധിക്കുമായിരുന്നു എന്നൊക്കെ പ്രതീക്ഷ പുലർത്തിയവർ ഉണ്ട്. എന്താണിപ്പോൾ ഈ പ്രതിഷേധക്കാരുടെ മുദ്രാവാക്യം? എന്താണ് അവർ ഉന്നയിക്കുന്ന ആരോപണം? അഭിലാഷ്, അല്പസമയം മുമ്പാണ് ലോറി ഉടമകളും അതുപോലെ തന്നെ ഡ്രൈവർമാരും മനുഷ്യാവകാശ സംഘടനകളും ചേർന്ന് സംയുക്തമായി ഇവിടെ നിന്ന് എരഞ്ഞിപ്പാലത്ത് നിന്ന് സിവിൽ സ്റ്റേഷനിലേക്ക് മാർച്ച് ആരംഭിച്ചത്. ഇപ്പോൾ സിവിൽ സ്റ്റേഷനിൽ മാർച്ച് എത്തിയിരിക്കുന്നു. ഇവിടെ മാർച്ച് മനുഷ്യാവകാശ പ്രവർത്തകനായ നൌഷാദ് തെക്കയിലാണ് ഇതിന്റെ അധ്യക്ഷത വഹിച്ചത്. എന്തായാലും ഇപ്പോഴും മാർച്ച് നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും അർജുന്റെ ജീവൻ രക്ഷിക്കുക, സേവ് അർജുൻ തുടങ്ങിയ പ്ലാക്കാർഡുകൾ ഉയർത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ ലോറി ഉടമകൾ, കാരണം തങ്ങൾ ലോറിയുമായി പല വഴിക്ക് പോകുന്നതാണ്, അങ്ങനെ നഷ്ടപ്പെടുന്നവരുടെ ജീവന് കൂടി വിലയുണ്ട്. ആ വില എന്തായാലും കർണാടക സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് തുടരുക. ഇപ്പോൾ കെ സുരേന്ദ്രൻ, BJP സംസ്ഥാന അധ്യക്ഷൻ, ഈ വിഷയത്തിൽ പ്രതികരിക്കുകയാണ്. ഈ സ്ഥലത്തുണ്ടായിരുന്നത് 3 ദിവസത്തിന് ശേഷം കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും അവിടെ ഉണ്ട്. ഞങ്ങൾ പറയുന്നതിൽ എന്തെങ്കിലും ഒരു അപാകതയുണ്ടെങ്കിൽ അവർക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. ആദ്യത്തെ 3 ദിവസം വെറും 3 JCB മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. വിദഗ്ധന്മാരായിട്ടുള്ള ആരുടെയും സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നില്ല. 4 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ജില്ലാ ഭരണകൂടത്തിൽ നിന്നൊരു മറുപടി അവർക്ക് ലഭിക്കുന്നത്.
മൂന്നാം ദിവസം വീണ്ടും FIR രജിസ്റ്റർ ചെയ്യാത്തതുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പോയ അർജുനന്റെ കുടുംബാംഗങ്ങൾക്ക് ഏറ്റവും വേദനാജനകമായ അനുഭവമാണ് ഉണ്ടായത്. അവരെ പരിഗണിക്കാൻ ആളുണ്ടായിരുന്നില്ല, അവർക്ക് വേണ്ടി സംസാരിക്കാൻ ആളുണ്ടായിരുന്നില്ല. KC വേണുഗോപാൽ പറഞ്ഞത് ഞാൻ ആദ്യ ദിവസം തന്നെ ഇടപെട്ടു എന്നാണ്. KC വേണുഗോപാൽ വെറും ഒരു നേതാവല്ല, കോൺഗ്രസിന്റെ ഏറ്റവും രണ്ടാം തര നേതാവാണ്. രാഹുൽ ഗാന്ധി കഴിഞ്ഞാൽ പിന്നെ എല്ലാ അധികാരങ്ങളും ഉള്ള ആളാണ്, കർണാടകയുടെ ചുമതലയുള്ള ആളാണ്. KC വേണുഗോപാൽ പറയണം, ആദ്യത്തെ 3 ദിവസം കർണാടക സർക്കാർ എന്തുകൊണ്ടാണ് ഇതിലൊരു ചെറുവിരൽ പോലും അനക്കാൻ തയ്യാറാവാതിരുന്നത്? ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അവിടെ അയച്ചോ? ഒരു NDRF ഉദ്യോഗസ്ഥൻ അവിടെ കൊണ്ടുവരാൻ തയ്യാറായോ? ഫയർഫോഴ്സിന്റെ വാഹനങ്ങളോ ഫയർഫോഴ്സിന്റെ ബറ്റാലിയനോ അവിടെ വന്നില്ല. എന്തിന് പട്ടാളത്തെ വിളിക്കാൻ 6 ദിവസം കഴിഞ്ഞു? എന്തിനാണ് ഇത്രയും? കർണാടകയിൽ മിലിറ്ററി ബറ്റാലിയൻ ഇല്ലാത്തത് കൊണ്ടല്ല, തൊട്ടടുത്ത് 3 മണിക്കൂർ യാത്ര ചെയ്താൽ വരാവുന്ന ദൂരത്ത് മിലിറ്ററിയുടെ ബാരക്കുണ്ട്. എന്തുകൊണ്ട് വിളിച്ചില്ല? നിസ്സാരമായ കാര്യമല്ല. ചെയ്യേണ്ട ഒരു കാര്യവും കർണാടക സർക്കാർ ചെയ്തിട്ടില്ല. കേരളത്തിൽ നിന്നുള്ള മാധ്യമങ്ങളും രാഷ്ട്രീയ പാർട്ടി ഇടപെടലുകളും ഒക്കെ ശക്തമായതോടുകൂടിയാണ് എന്തെങ്കിലും ചെയ്തു എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം അവിടെ നടന്നത്. ആത്മാർത്ഥമായ ഒരു ശ്രമവും കർണാടക സർക്കാർ അർജുന്റെ തിരോധാനത്തിന് അതിന്റെ ദുരന്തത്തിന് പിന്നിൽ കാണിച്ചിട്ടില്ല. ഇത് വസ്തുതയാണ്. രാഷ്ട്രീയമായ വിമർശനം കൂടിയാണ് കെ സുരേന്ദ്രൻ ഉന്നയിക്കുന്നത്. ആദ്യത്തെ 3 ദിവസം ഒരു തരത്തിലുമുള്ള രക്ഷാപ്രവർത്തനങ്ങളും നടന്നില്ല എന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തുകയാണ്. പക്ഷേ ദേശീയ പാതയിൽ ആണ് ഇത്തരത്തിലൊരു വലിയ മണ്ണിടിച്ചിൽ കൂടി ഉണ്ടായത്. അവിടെ കേന്ദ്ര സർക്കാരിനെതിരായ വിമർശനം നേരത്തെ കുടുംബാംഗങ്ങൾ ഉന്നയിച്ചിരുന്നു എന്നതും ഈ ഘട്ടത്തിൽ പറഞ്ഞു പോകേണ്ടതാണ്. എന്തായാലും പ്രതിഷേധങ്ങൾ തുടരുകയാണ്. ഇപ്പോൾ സേവ് അർജുൻ എന്ന നിലയിൽ മുദ്രാവാക്യമുയർത്തി ലോറി ഡ്രൈവർമാരുടെ പ്രതിഷേധം കോഴിക്കോട് നടക്കുന്നു. വിനേഷ് കുമാറാണ് തുടരുന്നത്. വിനേഷ്, എന്താണ് മറ്റു വിശദാംശങ്ങൾ? അഭിലാഷ്, ലോറി ഉടമകളും അതുപോലെ തന്നെ ഡ്രൈവർമാരും മനുഷ്യാവകാശ പ്രവർത്തകരുമാണ് എരഞ്ഞിപ്പാലത്ത് നിന്ന് സിവിൽ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത്. മാർച്ച് ഇപ്പോൾ അല്പസമയം മുമ്പ് മനുഷ്യാവകാശ പ്രവർത്തനായ നൌഷാദ് തെക്കയിലാണ് ഇതിന് നേതൃത്വം നൽകിയത്. ഇപ്പോഴും അവിടെ ഇതിന് മുമ്പിൽ സിവിൽ സ്റ്റേഷന് മുമ്പിൽ ഇപ്പോഴും സമരക്കാരുണ്ട്. അർജുന്റെ ജീവൻ രക്ഷിക്കുക, സേവ് അർജുൻ തുടങ്ങിയ പ്ലാക്കാർഡുകൾ എഴുതിക്കൊണ്ടാണ് ലോറി ഉടമകൾ മാർച്ച് നടത്തിയത്. അതായത് കേരളത്തിലും പുറത്തും കേരളത്തിലും ഒരുപാട് സഞ്ചരിക്കുന്നവരാണ് ലോറി ഡ്രൈവർമാർ. അവരുടെ ജീവന് വിലയുണ്ട്. പക്ഷേ ആ ജീവന് വില കൽപ്പിക്കാൻ കർണാടക സർക്കാർ തയ്യാറായില്ല. 3 ദിവസത്തിന് ശേഷമാണ് കൃത്യമായ ഒരു തെരച്ചിലെങ്കിലും നടത്താൻ തയ്യാറായത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പല ഭാഗത്തേക്ക് പോകുന്ന ആളുകളാണ്, ഞങ്ങളുടെ ജീവന് കൂടി വില കൽപ്പിക്കണം എന്നൊക്കെ തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ്. ഒപ്പം തന്നെ അർജുന്റെ മൃതദേഹമെങ്കിലും 8 ദിവസം ആയിട്ട് പോലും അർജുന്റെ മൃതദേഹം പുറത്തേക്ക് കണ്ടെത്താൻ പോലും കഴിയാത്തതാണ് കർണാടക സർക്കാരും അതുപോലെ തന്നെ അതിന്റെ സംവിധാനങ്ങളും അങ്ങനെയാണെന്ന് ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ കൂടി ഇതിലേക്ക് ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിലും ഇതൊരു സൂചന മാത്രമാണ്. വരും ദിവസങ്ങളിലും ഇത്തരത്തിൽ ഉള്ള സമര പരിപാടികളുമായി മുന്നോട്ട് പോകേണ്ടി വന്നാൽ അതിന് തയ്യാറാണ് എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി ഇവർ നൽകുന്നു. ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ കേരളത്തിൽ ഇപ്പോഴും തുടരുക തന്നെയാണ്. അതേസമയം ഷിരൂരിൽ കൂടുതൽ സാങ്കേതിക സംവിധാനങ്ങളടക്കം പ്രയോജനപ്പെടുത്തിക്കൊണ്ടുള്ള തെരച്ചിലാണ് 9ാം ദിവസം നടക്കുന്നത്. KV ബൈജു അവിടെ നിന്ന് വീണ്ടും ചേരുകയാണ്. ബൈജു, കൂടുതൽ വേഗത്തിൽ തെരച്ചിൽ നടത്താൻ പറ്റുന്ന സംവിധാനങ്ങളാണ് ഇപ്പോൾ ഷിരൂരിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ബൂം എക്സ്കവേറ്റർ ഉൾപ്പെടെ എത്തിച്ചിട്ടുണ്ട്. ഏത് തരത്തിലാണ് ഇപ്പോൾ തെരച്ചിൽ തുടരുന്നത്? തീർച്ചയായും അഭിലാഷ്, അത്തരത്തിൽ അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള വലിയ തെരച്ചിൽ തന്നെയാണ് ഇന്ന് നടക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം അവിടെ ലക്ഷ്മണന്റെ ഒരു ചായക്കട ഉണ്ടായിരുന്നു. ഈ ചായക്കടയിൽ ഉണ്ടായിരുന്ന 7 പേരാണ് മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. ആ ചായക്കടയുടെ പിറകിലും ഒപ്പം ഇരുവശത്തുമുള്ള 10 മീറ്റർ ചുറ്റളവിലുമാണ് ആദ്യം ഈ ബൂം മെഷീൻ വെച്ച് മണ്ണ് നീക്കം ചെയ്യുക. അവിടെ അർജുന്റെ ലോറി ഉണ്ടാകുമെന്ന ഒരു വിലയിരുത്തലുണ്ട്. അതുകൊണ്ടാണ് ആദ്യം അവിടെ പരിശോധന നടക്കുക. പിന്നീട് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയൊരു ഡിവൈഡർ ഉണ്ടായിരുന്നു. ആ ഡിവൈഡർ തകർന്ന് ഒരു ഭാഗം തകർന്ന നിലയിലുണ്ടെന്നാണ് MLA പറഞ്ഞത്. എങ്കിൽ ആ വശത്ത് അതിന് തൊട്ട് താഴെയുള്ള മൺകൂനകൾ നീക്കം ചെയ്യും. അത്തരത്തിൽ വലിയ പ്രതീക്ഷയോടാണ് ഇത്തരത്തിൽ ഈ യന്ത്രമൊക്കെ അങ്ങോട്ട് കൊണ്ടുപോയത്. പൂജയും വിശ്വാസികളുടെ
സർക്കാരിന്റെ ഭാഗത്തു നിന്നും പൂജ്യമൊക്കെ വലിയ സ്വീകരണമൊക്കെ നൽകിക്കൊണ്ട് വലിയ പ്രതീക്ഷയാണ് 9ാം നാൾ ഇപ്പോൾ വെച്ചു പുലർത്തുന്നത്. ഒരു പക്ഷേ ഇതൊക്കെ നേരത്തെ ആകാമായിരുന്നില്ലേ എന്ന ചോദ്യം ഉയരുമ്പോഴും ഇനിയും വൈകരുത്, ഓരോ മണിക്കൂറും വിലപ്പെടുത്താണ് അർജുനെ അവസാനമായി ഒരു നോക്ക് കാണണം. ഇത്തരത്തിൽ വലിയ തോതിലുള്ള വൈകാരികമായ രംഗമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അർജുന്റെ ബന്ധുക്കളുണ്ട്, അവരെ ആരും തന്നെ ഇപ്പോൾ അങ്ങോട്ട് കടത്തിവിട്ടില്ല. ഏതായാലും നമുക്ക് അല്പസമയത്തിനകം ഈ ബൂം മിഷൻ അവിടെ പ്രവർത്തനം ആരംഭിച്ചാൽ അപ്പോൾ തന്നെ നമ്മളെ അങ്ങോട്ട് കടത്തിവിടുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവിടെ പ്രത്യേകം ഒരു സ്ഥലം നമുക്കായി ഉണ്ടാക്കിയിട്ടുണ്ട്. തത്സമയം നമുക്ക് എല്ലാ വിവരങ്ങളും നൽകാൻ പറ്റും, അവിടുന്ന് ദൃശ്യങ്ങൾ നൽകാൻ പറ്റും. അത് തന്നെയാണ് കാത്തിരിക്കുന്നത്. എന്തൊക്കെയാണ് ഇന്ന് ഉണ്ടായ ഇതിന്റെ തെരച്ചിലുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ഈ നടപടിക്രമങ്ങൾ എന്നറിയാനുണ്ട്. ഏതായാലും ദൃശ്യങ്ങൾ തന്നെ നമുക്ക് കാണാം. ഇവിടെയാണ് ഈ മാധ്യമപ്രവർത്തകരെ ഇപ്പോൾ തടഞ്ഞിട്ടുള്ളത്. ഇതിന് തൊട്ട് 2 കിലോമീറ്റർ മാത്രം മാറിയാൽ ഈ അപകട സ്ഥലമായി. ഇവിടെയൊക്കെ നമുക്ക് കുന്ന് ഇടിഞ്ഞു നിൽക്കാൻ പാകത്തിൽ ഈ റോഡിന്റെ തുടക്കമാണ്. ഇവിടെ നിന്നാണ് ഈ മണ്ണിടിച്ചൽ ഭീഷണിയൊക്കെ നിലനിൽക്കുന്ന പ്രദേശം. എന്തായാലും വലിയ തോതിലുള്ള പോലീസിനൊക്കെ വിന്യസിച്ച് ഇവിടെ തടയുന്ന ഒരു സാഹചര്യമാണുള്ളത്. എന്തായാലും അർജുൻ എവിടെ എന്ന ചോദ്യം ചോദിക്കാൻ തുടങ്ങിയിട്ട് 9 നാളായിരിക്കുന്നു. അവസാനം ഒരു നോക്ക് കാണാനെങ്കിലുമുള്ള അവസരം ഉണ്ടാക്കി തരണം, അർജുനെ കണ്ടെത്തണം. അതുപോലെ തന്നെ ഇവിടെ നിന്നുള്ള കന്നഡക്കാരായ 2 പേരെ കാണാതായിട്ടുണ്ട്, അവരെയും കണ്ടെത്തണം. ഇതാണ് ഇവിടെ നിന്നും ഉയർന്നുകൊണ്ടിരിക്കുന്ന, ഓരോ ദിവസവും ഉയർന്നുകൊണ്ടിരിക്കുന്ന ആവശ്യം. ഒപ്പം കാലാവസ്ഥയും വളരെ പ്രതികൂലമാണ്. കഴിഞ്ഞ സമയങ്ങളിലെല്ലാം തന്നെ മഴ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മഴ ഏതെങ്കിലും തരത്തിൽ തെരച്ചിലിന് പ്രതികൂലമായി ബാധിച്ചിട്ടില്ല. തെരച്ചിൽ നിർത്തേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ നല്ല കാലാവസ്ഥയാണ്, അനുകൂല കാലാവസ്ഥയാണ്. ഏതായാലും വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഇപ്പോൾ പുതിയ യന്ത്രങ്ങൾ ഇത്തരത്തിൽ എത്തിക്കുന്നത്. ഇനിയും വേണമെങ്കിൽ സംവിധാനം എത്തിക്കുമെന്നാണ് MLA പറഞ്ഞത്. അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയോടെ തന്നെയാണ് ഇന്ന് നമ്മൾ കാത്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഇവിടെ നിന്നും നമ്മൾ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഓരോ കാര്യങ്ങൾ ഇത്തരത്തിൽ പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്നവർക്ക് മുന്നിൽ എത്തിച്ചിരുന്നു. ഇനിയും അത്തരത്തിലുള്ള ഏതായാലും അർജുനെ കണ്ടെത്തുന്നവരെ ഇവിടെ തുടരും എന്ന് തന്നെയാണ് ന്യൂസ് 18 സംഘവും തീരുമാനിച്ചിട്ടുള്ളത്. ഓരോ വിവരങ്ങളും അപ്പോൾ തന്നെ എത്തിക്കാൻ ഒരുപാട് പേരാണ് ഇവിടുത്തെ വിശേഷങ്ങൾ, ഇവിടുത്തെ എന്താണ് സംഭവിക്കുന്നത് അറിയാൻ കാത്തിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ഏറ്റവും ഒടുവിലായി നമുക്ക് പറയാനുള്ളത്, ഏതായാലും തിരച്ചിൽ വളരെ ഊർജിതമായി നടക്കുന്നുണ്ട്. അർജുനെ ഇന്ന് കണ്ടെത്താനാകുമെന്ന വലിയ പ്രതീക്ഷ തന്നെയാണ് ഇവിടെയുള്ളത്. അഭിലാഷ്. റൈറ്റ്, അങ്ങനെ വലിയ പ്രതീക്ഷയാണ് പുലർത്തുന്നത്. ഇന്ന് എങ്കിലും അർജുനെ കണ്ടെത്താൻ സാധിക്കുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്. ആ നിലയിലേക്ക് തെരച്ചിൽ വ്യാപിപ്പിക്കുകയാണ്. കൂടുതൽ താഴ്ചയിൽ നിന്ന് മണ്ണ് നീക്കം ചെയ്യാൻ പറ്റുന്ന യന്ത്ര സംവിധാനങ്ങൾ ഉൾപ്പെടെ എത്തിച്ചുകൊണ്ടുള്ള തെരച്ചിൽ ആണ് ഇനി നടക്കാൻ പോകുന്നത്. അതിനുവേണ്ടിയാണ് ബൂം എക്സ്കവേറ്റർ ഈ രക്ഷാ ദൗത്യം തെരച്ചിൽ നടക്കുന്ന പ്രദേശത്തേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുള്ളത്. അർജുനോടൊപ്പം തന്നെ 2 കർണാടക സ്വദേശികളെയും കണ്ടെത്താനുണ്ട് എന്നതാണ് സൂചനകൾ. അതോടൊപ്പം തന്നെയായിരുന്നു നേരത്തെ ശരവണൻ എന്ന വ്യക്തിയുടെ കുടുംബാംഗങ്ങൾ ശരവണനെ കാണാതായിട്ടുണ്ട്, ശരവണനെയും കണ്ടെത്തണം എന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തിയത്. ഇങ്ങനെ ഒരു പക്ഷേ മറ്റാരെങ്കിലുമൊക്കെ ഈ അപകടത്തിൽ പെട്ടുപോയിട്ടുണ്ടോ എന്ന് പോലും ഇപ്പോഴും വ്യക്തതയില്ല. പക്ഷേ നമ്മുടെ നാട് കാത്തിരിക്കുന്നത് അർജുനെ വേണ്ടിയാണ്. അർജുൻ സഞ്ചരിച്ച വാഹനമെങ്കിലും കണ്ടെത്താൻ സാധിക്കുന്നു എങ്കിൽ ഇനി കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷ അവർ പുലർത്തുന്നില്ല. ജീവനോടെ അർജുൻ മടങ്ങിയെത്തുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നില്ല. അക്കാര്യം അർജുൻ്റെ കുടുംബാംഗങ്ങൾ തന്നെ കഴിഞ്ഞ ദിവസം പങ്കുവച്ചതാണ്. എങ്കിൽ പോലും അർജുനെ കണ്ടെത്തണം, അതിനുവേണ്ടിയുള്ള തെരച്ചിൽ ആണ് നടക്കുന്നത്. തുടക്കത്തിൽ വലിയ വിമർശനങ്ങൾ ഈ രക്ഷാദൗത്യത്തിന് നേതൃത്വം നൽകിയവർ നേരിട്ടിരുന്നു. വേഗത്തിൽ രക്ഷാപ്രവർത്തനം നടത്താൻ സാധിക്കുന്ന, മണ്ണ് നീക്കാൻ സാധിക്കുന്ന സംവിധാനങ്ങളല്ല ഈ പ്രദേശങ്ങളിൽ ഉപയോഗിച്ചിരുന്നത് എന്നതായിരുന്നു ആക്ഷേപം. ഇതുമായി ബന്ധപ്പെട്ട ഒരു ഹർജി കോടതിയുടെ പരിഗണനയ്ക്ക് വരികയും ചെയ്തു. എന്നാൽ കർണാടക സർക്കാർ അത്തരം ആരോപണങ്ങളും ആക്ഷേപങ്ങളും എല്ലാം തന്നെ തള്ളിക്കളയുകയാണ് ചെയ്യുന്നത്. 16-ാം തീയതി രാവിലെ 9 മണിക്കാണ് NH 66 ദേശീയപാത 66 ഇത്തരത്തിലൊരു അപകടമുണ്ടായത്, മണ്ണിടിച്ചിൽ ഉണ്ടായത് എന്നാണ് കർണാടക സർക്കാർ കോടതിയെ അറിയിച്ചത്. 10 മണിക്ക് തന്നെ ദേശീയപാതയിൽ രക്ഷാപ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു എന്ന് വ്യക്തമാക്കുന്നുണ്ട്. ആ സമയത്ത് തന്നെ ഗതാഗതം വഴിതിരിച്ചുവിട്ട് കൂടുതൽ അപകടം ഒഴിവാക്കാൻ സാധിച്ചു. ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ സേന അംഗങ്ങൾ സ്ഥലത്ത് അപ്പോൾ തന്നെ എത്തി. അഗ്നിശമന സേന എത്തിയിരുന്നു, നാവികസേനയുടെയും സേവനം ലഭിച്ചിരുന്നു. ജില്ലാ ഭരണകൂടവും തെരച്ചിൽ ഏകോപിപ്പിച്ചു എന്നാണ് കർണാടക സർക്കാർ പറയുന്നത്. രാവിലെ 10 മണിക്ക് തന്നെ രക്ഷാദൗത്യം ആരംഭിച്ചിരുന്നു. പക്ഷേ റെഡ് അലർട്ടായിരുന്നു, അതിശക്തമായ മഴയാണ് അവിടെ പെയ്തുകൊണ്ടിരുന്നത് എന്നതാണ് കർണാടക സർക്കാരിൻ്റെ അവകാശവാദം. അതുകൊണ്ട് തന്നെ
വലിയ യന്ത്രങ്ങൾ എത്തിച്ചുകൊണ്ട് ഇപ്പോൾ പ്രേക്ഷകർ സ്ക്രീനിന്റെ വലതുഭാഗത്ത് കാണുന്ന ബൂം എക്സ്കവേറ്റർ പോലെയുള്ള വലിയ യന്ത്രങ്ങൾ അവിടേക്ക് എത്തിക്കുക അസാധ്യമായിരുന്നു. അതുപയോഗിച്ച് മണ്ണ് നീക്കിയാൽ ശേഷിച്ച മലയുടെ ഭാഗവും തകർന്നു വീഴാനുള്ള സാധ്യത കൂടുതലായിരുന്നു. ചെങ്കുത്തായ മല ആണ്, മണ്ണിടിച്ചിൽ തുടരുവാനുള്ള സാധ്യത അടക്കം ഉണ്ടായിരുന്നു. എന്തായാലും ബൂം ഉൾപ്പെടെ ഉള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആണ് ഇപ്പോൾ രക്ഷാ ദൗത്യം തെരച്ചിൽ തുടരുന്നത്. അല്പസമയം മുമ്പ് നമ്മൾ ഏതാണ്ട് 3 കിലോമീറ്റർ അകലെ നിന്നുള്ള ദൃശ്യങ്ങൾ ആണ് പ്രേക്ഷകരുമായി പങ്കുവച്ചത് എങ്കിൽ ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ബൂം എക്സ്കവേറ്റർ അവിടെ എത്തിയിട്ടുണ്ട്. തിരച്ചിൽ നടത്തേണ്ട സ്പോട്ടിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. പിന്നീട് ഇത് വാഹനത്തിൽ നിന്ന്, ഇത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ വാഹനത്തിൽ ആണ് ഈ എക്സ്കവേറ്റർ അവിടേക്ക് എത്തിക്കുന്നത്. അതിനുശേഷം എക്സ്കവേറ്റർ ഈ ദുരന്ത ഭൂമിയിലേക്ക് ഇറക്കും. പിന്നീട് 60 അടി താഴ്ചയിൽ വരെ മണ്ണ് നീക്കം ചെയ്യുവാനുള്ള ശേഷി ഇതിനുണ്ട് എന്നതാണ്. അതോടൊപ്പം തന്നെ നേരത്തെ ചായക്കട ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന പ്രദേശത്ത് അടക്കം മണ്ണ് മാറ്റിയുള്ള പരിശോധന നടക്കും. സൈന്യം നിരീക്ഷിച്ചത്, അതായത് നേരത്തെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്ന മണ്ണിനടിയിൽ ലോറിയുടെ ഭാഗങ്ങൾ ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചിരുന്ന ഇടങ്ങളിൽ ലോറി ഇല്ല എന്നുള്ളതാണ്. അപ്പോഴും അത് പൂർണ്ണമായും ഒഴിവാക്കുന്നില്ല. കൂടുതൽ തെരച്ചിൽ നദിയിൽ കേന്ദ്രീകരിക്കുന്നുണ്ട്. നദിയിലും വ്യാപകമായി മണ്ണ് എത്തി, ടൺ കണക്കിന് മണ്ണ് ആണ് നിമിഷങ്ങൾക്കുള്ളിൽ ഈ നദിയിലേക്ക് പതിച്ചത്. അവിടെ ദ്വീപിന്റെ സ്വഭാവത്തിൽ മണ്ണ് തിട്ടകളായി ഉയർന്നു നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെയുള്ള ആ മണ്ണിൽ നിന്നുകൊണ്ട് രക്ഷാപ്രവർത്തനം നടത്തുക, ഇത്തരം വലിയ കൂറ്റൻ യന്ത്രങ്ങളൊക്കെ സ്ഥാപിക്കുക എന്നതും ഏറെ ശ്രമകരമായ ദൗത്യമാണ്. അതാണ് കർണാടക സർക്കാർ കോടതിയിലും ചൂണ്ടിക്കാണിച്ചത്. ഇത്തരം സംവിധാനങ്ങൾ 16-ാം തീയതിയോ 17-ാം തീയതിയോ ഒന്നും പ്രയോജനപ്പെടുത്താൻ സാധിക്കുമായിരുന്നില്ല, അങ്ങനെയുള്ളൊരു കാലാവസ്ഥയായിരുന്നില്ല അവിടെ എന്നുള്ളതാണ് കർണാടക സർക്കാരിൻ്റെ വാദം. എന്തായാലും 19-ാം തീയതിയാണ് അർജുനെ കാണാതായി എന്ന പരാതി ഔദ്യോഗികമായി ലഭിച്ചത്. അപ്പോഴേക്കും തെരച്ചിൽ വ്യാപകമാക്കി എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഈ വോളണ്ടിയർമാർ ആയിട്ടുള്ളവർ, രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുള്ളവർ പറയുന്നത് അവിടെ രക്ഷാദൗത്യം മന്ദഗതിയിൽ ആയിരുന്നു, കുറച്ചുകൂടി സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്താമായിരുന്നു, കൂടുതൽ മണ്ണുമാന്തി യന്ത്രങ്ങൾ അവിടേക്ക് എത്തിക്കാമായിരുന്നു, മണ്ണ് നീക്കം ചെയ്യുന്നതിന് അധികം ലോറികൾ ഉപയോഗിക്കാമായിരുന്നു എന്നൊക്കെയുള്ള പ്രതികരണങ്ങൾ രക്ഷാദൗത്യത്തിൻ്റെ ഭാഗമായിട്ടുള്ളവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. പക്ഷേ സാങ്കേതികമായി നമുക്കിപ്പോൾ ഈ മേഖലയിൽ പ്രവർത്തിച്ച് പരിചയമുള്ളവരുടെ വാക്കുകൾ തന്നെയാണ് മുഖവിലക്കെടുക്കാൻ സാധിക്കുക. എന്തായാലും തുടക്കത്തിൽ പാളിച്ചയുണ്ടായി എന്ന് പറയുമ്പോൾ ഇപ്പോൾ അതിവേഗമാണ് ഈ തെരച്ചിൽ നടക്കുന്നത് എന്നുകൂടി എല്ലാവരും സമ്മതിക്കുന്നുണ്ട്. അതിൻ്റെ